പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മുടെ കൂട്ടായ ചിന്തയ്ക്കും മനനത്തിനുമായി മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ ആധാരമാക്കാൻ ശ്രമിക്കാം. ബൈബിൾ സൊസൈറ്റി ഈ വേദഭാഗത്തിന് വിദ്വാൻമാരുടെ സന്ദർശനം എന്ന ബഹുമതി പത്രമാണ് നൽകിയിട്ടുള്ളതെങ്കിലും ആയതിൽ ഞാൻ ഒട്ടും തൃപ്തനല്ല. പകരം വഴിതെറ്റിയ വിദ്വാൻമാരുടെ സന്ദർശനം എന്ന് വ്യാഖ്യാനിക്കുവാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. അതെന്തുകൊണ്ടാണെന്ന് വഴിയെ ഞാൻ വിശദീകരിക്കാം. മനുഷ്യർക്കൊക്കെ വഴിതെറ്റുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വിദ്വാൻമാർക്ക് വഴിതെറ്റി എന്ന് പറഞ്ഞാൽ അത് അസ്വാഭാവികമായിട്ട് മാത്രമേ അതിനെ കാണുവാൻ കഴിയുള്ളൂ. വഴി കാണിക്കുന്ന നക്ഷത്രം അവർക്ക് ഗൈഡായിട്ട് ഉണ്ടായിരുന്നുവെങ്കിലും വഴി തെളിയിക്കുന്ന നക്ഷത്രം അവർക്ക് മുൻപേ സഞ്ചരിച്ചിട്ടും വിദ്വാൻമാർക്ക് വഴി തെറ്റി എന്ന് പറഞ്ഞാൽ അത് ക്ഷമിക്കാവുന്നതല്ല, മറിച്ച് അക്ഷന്ത്യവും എന്ന് നാം അനുമാനിക്കേണ്ടതായിട്ട് വരും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല ഒരു വഴി തെറ്റിയിട്ടുണ്ട്. ആ ഒരു അനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. 1990 കാലഘട്ടം എൻ്റെ ശുശ്രൂഷാകാലം പട്ടിക്കാട് മാർ തോമാസ് ലീഹ പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു. ഒരു ദിവസം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 മണിയോടെ വീട്ടിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നു. അച്ഛൻ അർജൻറ്റായിട്ട് വീട്ടിൽ വരണം, വന്ന ശേഷം വിശേഷങ്ങൾ പറയാം. ഇത് കേട്ട മാത്രയിൽ ഞാൻ അസ്വസ്ഥനായി. മാനസികമായി ഞാൻ തകർന്നു. ഒട്ടേറെ ചിന്താകുലങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് പടി കയറി വന്നു. ഞാൻ ഉടനെ ശക്തൻ സ്റ്റാൻഡിലേക്ക് ബസ് കയറിപ്പോയി. അവിടെ ഇറങ്ങിയപ്പോൾ ചേലക്കോട്ടുകര വഴി മാന്നാമംഗലം പോകുന്ന ബസ് പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. ഞാൻ ആ ബസ്സിൽ പെട്ടെന്ന് കയറി. സീറ്റില്ലാത്തതുകൊണ്ട് മുകളിലെ കമ്പി പിടിച്ച് നിന്നു. പതിയെ ചേലക്കോട്ടുകരയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയ ഒരു സതീർത്ഥനെ കാണുവാനായിട്ടിടയായി. ഞങ്ങൾ പഴയകാല സ്മരണകളെ അയവിറക്കി ഏറെ നേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ആ സമയത്തിനുള്ളിൽ ചേലക്കോട്ടുകര സ്റ്റോപ്പ് കടന്നുപോയത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ എനിക്ക് വെപ്രാളമായി. അടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ അവിടെ ചാടി ഇറങ്ങി. അന്നേരം കറണ്ട് കട്ടിൻ്റെ സമയമായിരുന്നതുകൊണ്ട് കൂരിട്ടായിരുന്നു എല്ലായിടങ്ങളിലും. എൻ്റെ കണ്ണിലും ഇരുട്ട് കയറുവാൻ തുടങ്ങി. ആകപ്പാടെ ഒരു ഭയം. അതുമാത്രമല്ല, എൻ്റെ സ്ഥലകാലബോധം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുന്നോട്ട് പോകണമോ അതോ പുറകോട്ട് പോകണമോ അതോ സൈഡിലോട്ടുള്ള വഴിയിൽ പോകണമോ? ചോദിക്കാൻ ആരുമില്ല. വീടുകളിലും ഇരുട്ട് തന്നെ ശരണം. അങ്ങനെ ഞാൻ സ്തംഭിച്ചു നിൽക്കുമ്പോൾ മൈക്കിലൂടെ ദൂരെ നിന്ന് ഒരു ശബ്ദം ഞാൻ കേൾക്കുവാനിടയായി. അതൊരു കൺവെൻഷൻ പ്രസംഗത്തിൻ്റെ ശബ്ദമായിരുന്നു. ആ ശബ്ദം കേട്ട ദിശയിലേക്ക് ഞാൻ നടന്നുപോയി. അതെനിക്ക് പോകാനുള്ള വഴിയേ ആയിരുന്നില്ല. 5 മിനിറ്റ്
നടന്നപ്പോഴേക്കും എനിക്ക് സ്ഥലകാലബോധം തിരിച്ചു കിട്ടി. ആ ശബ്ദം വന്നിരുന്നത് നെല്ലിക്കുന്ന് ആമോസ് സ്റ്റോപ്പിനെ ബന്ധിപ്പിക്കുന്ന ഇടവഴിയായിരുന്നു. അവിടെയുള്ള ബ്രദർ മിഷൻ ഹാളിൽ നിന്നായിരുന്നു ആ സുവിശേഷ പ്രസംഗത്തിൻ്റെ ശബ്ദം ഉയർന്ന് വന്നിരുന്നത്. അവിടെ നിന്നും നേതാജി റോഡിലൂടെ കടന്ന് വളർക്കാവ് സ്റ്റോപ്പിലെത്തി വളർക്കാവ് അമ്പല നടയിലൂടെ വന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഊടണഞ്ഞു. അത് ഇപ്പോഴും എന്നെ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഓർമ്മയിലിരിക്കുന്നത്. സുവിശേഷത്തിൽ പറയുന്ന വിദ്വാൻമാരുടെ വഴിതെറ്റൽ ഇതുപോലെ ആയിരുന്നില്ല. അവരുടെ യാത്രയിൽ ഒരു ഗൈഡ് ഉണ്ടായിരുന്നത് പോലെയാണ് തോന്നുന്നത്. അവർക്കൊരു വഴികാട്ടി ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്ന ഒരു നക്ഷത്രമായിരുന്നു. അങ്ങനെ ഒരു വഴികാട്ടി ഉണ്ടായിരുന്നിട്ടും വഴി തെറ്റിയത് ഒരിക്കലും പൊറുക്കാവുന്ന സംഭവമല്ല. ഈ വിദ്വാൻമാർ എന്ന് പറയുന്നവർ കൂപമണ്ഡൂപങ്ങളായിരുന്നില്ല. അവർ ബുദ്ധിമാന്മാരായിരുന്നു. അവർ ആസ്ട്രോണിമർ എന്നറിയപ്പെടുന്ന വാന നിരീക്ഷകരോ ജ്യോതിഷ ശാസ്ത്രിമാരോ ആയിരുന്നു. അവർ വാനിലുദിച്ച നക്ഷത്രം കണ്ടതുകൊണ്ടാണ് യഹൂദന്മാരുടെ രാജാവായ പിറന്ന ഉണ്ണിയേശുവിനെ കാണുവാൻ അവർ പുറപ്പെട്ടത്. അവർ നക്ഷത്രത്തെ ലാക്കാക്കി തന്നെ വഴിയേറെ സഞ്ചരിച്ച് പോയിട്ടും ഏറെ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു എത്തും പിടിയുമില്ലാതെ എത്തേണ്ടിടത്ത് എത്തുവാനോ ഉണ്ണിയേശുവിനെ കാണുവാനോ കഴിയാതെ വന്നപ്പോൾ നിരാശിതരായ വിദ്വാൻമാർ അവരുടെ സ്വന്തം ബുദ്ധിയിലേക്ക് തിരിഞ്ഞു എന്ന് വേണം കരുതുവാൻ. രാജാവായ ഉണ്ണിയേശുവിനെ കാണുവാൻ ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടതില്ലെന്നും നാം ഇപ്പോൾ തന്നെ ക്ഷീണിതരാണെന്നും ഇനി മുൻപോട്ട് നടക്കുവാൻ വയ്യ എന്നുമുള്ള ആരോപണങ്ങൾ, എതിർപ്പിൻ്റെ ശബ്ദങ്ങൾ, എതിരഭിപ്രായങ്ങൾ അവരിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും തന്നെ ഉടലെടുത്തിട്ട് ഉണ്ടാകാം. അതാണ് അവർ വഴി മാറി ചിന്തിക്കുവാൻ കാരണമായത്. അവരിൽ ചിലർ കുറുക്കുവഴികൾ തേടി. രാജാവിൻ്റെ അരമന സമീപമാകയാൽ അവർ രാജധാനിയിൽ പോയി അന്വേഷിക്കുവാൻ അവരുടെ ഇടയിൽ തീരുമാനമുണ്ടായി. അവർ ഹെരോദ രാജാവിൻ്റെ രാജധാനിയിലേക്ക് പോയി. അവർ രാജധാനിയിലേക്ക് പ്രവേശിച്ചു. രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്ന വിദ്വാൻമാർ രാജാവിനെ മുഖം കാണിച്ച് അവരുടെ ആഗമന ഉദ്ദേശം അവരെ വെളിപ്പെടുത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമും ഒക്കെയും ഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ കേട്ടപാടെ ഉത്തരം കൊടുത്തു, യഹൂദ്യയിലെ ബെത്ലഹേമിൽ തന്നെ. പുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ദൈവപുത്രനായ ഈശോ മിശിഹായുടെ ജനനത്തെക്കുറിച്ച് ഒരു സംശയമുണ്ടായിരുന്നില്ല. അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർക്ക് രേഖകളോ പ്രമാണങ്ങളോ പരിശോധിക്കാതെ തന്നെ അവർക്ക് പറയുവാനായിട്ട് കഴിഞ്ഞു, യഹൂദ്യയിലെ ബെത്ലഹേമിൽ തന്നെയാണ് എന്ന്. ഹെരോദ രാജാവിനും വിദ്വാൻമാർക്കും ഒരുപോലെ ഉറപ്പായി രാജാവായ ഉണ്ണീശോ പിറന്നു എന്ന കാര്യം അവർക്ക് അറിവായി. രാജാവ് വിദ്വാൻമാരെ ഉപചാരപൂർവ്വം യാത്രയാക്കി പറഞ്ഞയച്ചു. രാജാവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ചെന്ന് ശിശുവിനെ സൂക്ഷ്മമായി
അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടുന്നതിന് വന്ന് എന്നെ അറിയിപ്പിൻ. രാജാവ് പറഞ്ഞതനുസരിച്ച് ആ വിദ്വാൻമാർ വീണ്ടും കൊട്ടാരത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. കൊട്ടാരത്തിൻ്റെ പടി കടന്ന് വിദ്വാൻമാർ യാത്ര പുറപ്പെട്ടപ്പോൾ അവർ കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് വീണ്ടും വഴികാട്ടിയായി പ്രത്യക്ഷപ്പെട്ടു. നക്ഷത്രം കണ്ടതുകൊണ്ട് ആ വിദ്വാൻമാർക്ക് വളരെയേറെ സന്തോഷമുണ്ടായി. നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി തന്നെ പോയിക്കൊണ്ടേയിരുന്നു. നാം പലപ്പോഴും സദുദ്ദേശത്തോടു കൂടിയാണ് യാത്ര ആരംഭിക്കുന്നതെങ്കിലും ചിലപ്പോഴൊക്കെ ഡീവിയേഷനുകളൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മുടെ ജീവിതവും ജീവിതയാത്രയും ദൈവീകതയിൽ നിന്നും ആത്മീകതയിൽ നിന്നുമാണ് തുടക്കം എങ്കിലും നാം പലപ്പോഴും അനാത്മികതയിലാണ് അവസാനിപ്പിക്കുക. ദൈവം നമ്മുടെ വഴികാട്ടിയായും സംരക്ഷകനായും ഉണ്ടാകുമെങ്കിലും നാം ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തം ശക്തിയിലും ബുദ്ധിയിലും കാലൂന്നി യാത്രയിൽ ഒരു ട്രാക്ക് മാറ്റം നടത്താറ് ഉണ്ട്. അത് നമ്മുടെ പതിവാണ്. എപ്പോഴൊക്കെ നാം ട്രാക്ക് മാറ്റം നടത്തിയിട്ടുണ്ടോ, എന്നൊക്കെ നാം വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ടോ, ഏതേത് സമയങ്ങളിൽ നാം ദൈവ വഴിയിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ നാം പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. നാം പാളം മാറിപ്പോയപ്പോഴൊക്കെ ശത്രുപാളയത്തിൻ്റെ ഉള്ളിലാണ് എത്തിച്ചേർന്നിട്ടുണ്ടാകുക എന്ന് നാം തിരിച്ചറിയണം. ഈശോയെ കണ്ടെത്താനുള്ള വിദ്വാൻമാരുടെ യാത്രയിൽ വഴികാട്ടിയായ നക്ഷത്രത്തെ അവർ തിരസ്കരിച്ചപ്പോൾ ശത്രുപാളയമായ ഹെരോദാവിൻ്റെ രാജധാനിയിലാണ് അവർ എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ അഭയം പ്രാപിച്ചത്. വിദ്വാൻമാരുടെ സഞ്ചാരത്തിൽ അവർ ഒരു ഡീവിയേഷൻ എടുത്തപ്പോൾ അവർ ഒരു വലിയ ദുരന്തത്തിനും വലിയ അപകടത്തിനും വഴിമരുന്നിടുകയാണ് ചെയ്തത്. വിദ്വാൻമാരുടെ ഒരു ചെറിയ പിഴവ് ബെത്ലഹേമിലും അതിൻ്റെ അതിരുകളിലും ഒരു വലിയ കൂട്ടക്കരച്ചിലിന് കളമൊരുക്കുകയുണ്ടായി. വിദ്വാൻമാർ എളുപ്പവഴിയിൽ ക്രിയ ചെയ്തപ്പോൾ അത് ശിശുഹത്യയ്ക്ക് ഹേതുവായി തീർന്നു. 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളുടെയും വധശിക്ഷയ്ക്ക് അത് മുഖാന്തരമായി. വിദ്വാൻമാരുടെ ഒരു ചെറിയ ബലഹീനത ഒരു നാടിൻ്റെ മുഴുവൻ ശാപത്തിനും ഒരു ദേശത്തിൻ്റെ മുഴുവൻ ദുരന്തത്തിനും ദുഃഖത്തിനും ഇടയായി തീർന്നു. നമ്മുടെയൊക്കെ ജീവിത ട്രാക്ക് മാറ്റം കൊണ്ടും ദൈവത്തിൽ നിന്നുള്ള തെന്നിമാറ്റം കൊണ്ടും അവിശ്വസ്തത കൊണ്ടും ചെറിയ ഉപേക്ഷകൾ കൊണ്ടും ആർക്കൊക്കെ വേദനിച്ചിട്ടുണ്ടാകാം, ആരെയൊക്കെ പിഴുതെടുത്തിട്ടുണ്ടാകാം എന്ന് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മെ തന്നെ പരിശോധിക്കുവാനുള്ള കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരു തിരിച്ചു നടത്തത്തിനും മാനസാന്തരത്തിനും കാലമായി എന്ന് നാം ഓർക്കുക. തെറ്റിപ്പോയ അവസ്ഥയിൽ നിന്ന് ഒരു യു ടേൺ എടുക്കുവാൻ സമയമായിരിക്കുന്നു. നമുക്ക് മുൻപേ വഴികാട്ടിയായി നീങ്ങുന്ന നക്ഷത്രത്തെ നമുക്ക് വീണ്ടും പിന്തുടരാനായിട്ട് ശ്രമിക്കാം. വിദ്വാൻമാർ നക്ഷത്രത്തെ വഴിത്താരയായി അനുഗമിച്ചപ്പോൾ അവരുടെ യാത്ര സഫലമായി തീർന്നു. അവർ എത്തേണ്ടിടത്ത് എത്തി. ഉണ്ണിയേശുവിന് മറിയയോടുകൂടെ കണ്ട് നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ച് അവരുടെ യാത്ര
പര്യവസാനിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണുവാൻ കഴിയും. മനുഷ്യ, നിൻ്റെ ജീവിതയാത്രയിൽ എത്ര ദുർഘടങ്ങൾ വന്ന് ഭവിച്ചാലും, യാത്ര എത്ര നീണ്ടുപോയാലും, നീ എത്ര പരവശതയിലായാൽ പോലും നിന്നെ ഇതുവരെ നടത്തിയ ദൈവത്തെ ഒരു നാളും തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ അരുത്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ തന്നെ നീ ശരണം പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കുക. സൂത്രവഴികളും എളുപ്പവഴികളും വ്യതിയാനങ്ങളും വ്യതിചലനങ്ങളും ദുരന്തമുഖത്തേക്കാണ് വഴി തുറക്കുന്നത് എന്ന് നാം കൺതുറന്ന് കാണുക. വിദ്വാൻമാർ ശരിയായ പാതയിലേക്കും പാളത്തിലേക്കും തിരിച്ചു കയറിയപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് അവർക്ക് വിധേയമായിട്ട് സഞ്ചരിക്കുവാനായിട്ട് കഴിഞ്ഞു. അവരുടെ മടക്കയാത്ര അനുഭവം അവർക്ക് വളരെ സന്തോഷകരമായി. നീ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. നിൻ്റെ ആയുസ്സിൽ ഒരിക്കലും നിനക്ക് വഴി തെറ്റി പോകയില്ല. സ്വപ്നത്തിലൂടെ നിനക്ക് അരുളപ്പാടുകൾ ഉണ്ടാകും. ഇനി നീ ഒരിക്കലും ചതിക്കപ്പെടുകയില്ല. ഇനിയും നിനക്ക് ദൈവശബ്ദം ശ്രവിച്ചുകൊണ്ട് നിൻ്റെ സഞ്ചാരം തുടരുവാനായിട്ട് കഴിയും. വന്ന വഴിയെ മടങ്ങിപ്പോകാതെ പുതുവഴി തിരഞ്ഞെടുത്ത് ഒരു പുതിയ മനുഷ്യനായി ദൈവത്തെ വഹിച്ചുകൊണ്ട് യേശുവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി.